ശ്രീത്തെ, ബംഗ്ലാദേശ് ആകെ കൂടെ കലുഷിതമാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സർക്കാർ പലതരത്തിലും ആ, പീഡിപ്പിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അപ്പം ഇന്ത്യയുമായിട്ടുള്ള ഒരു സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണോ, അതോ ബംഗ്ലാദേശിന് വേറൊരു തരത്തിൽ ഒരു നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണോ ഉണ്ടാകുന്നത്? ഇന്ത്യ എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പല രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല ബന്ധം സൂക്ഷിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും മറ്റു രാജ്യങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഇന്ത്യയോട് സൗഹൃദപരമായല്ല ഇപ്പോൾ പെരുമാറുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനാണെങ്കിൽ പണ്ടേ ഇന്ത്യയുമായി പ്രശ്നത്തിലാണ്. പിന്നീട് ഇപ്പോൾ ബംഗ്ലാദേശാണ്. ഇടക്കാലത്ത് മാലിയും ഇന്ത്യയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ സൈനികർ തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അവിടെ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം ചൈനയുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചിരുന്നു. അവിടെ ഏതെങ്കിലും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആദ്യം അവർ സന്ദർശിക്കുന്ന ഇന്ത്യയുമായിരിക്കും. എന്നാൽ അതിന് വിപരീതമായി അദ്ദേഹം ചൈന സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അറിയാം, ബാലിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു മാലിയുമായി ബന്ധപ്പെട്ട്. പിന്നീട് നാം ശ്രീലങ്കയിലും അത്തരത്തിലുള്ള സാഹചര്യം കണ്ടതാണ്. ഈ രാജ്യങ്ങളിലെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ ചൈനയുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നു. ഇടക്കാലത്ത് നേപ്പാൾ വരെ ഇന്ത്യയെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മ്യാൻമാർ ആയാലും അത്തരത്തിൽ പണ്ടെല്ലാം ഇന്ത്യ ഈ രാജ്യങ്ങളുമായി വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു സൗഹൃദം സൂക്ഷിക്കാനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇപ്പോൾ അങ്ങനെയല്ല. അവിടെ എന്തായാലും മുൻ പ്രധാനമന്ത്രിയെ അവിടെ നിന്നും കെട്ടുകെട്ടിച്ചിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. പക്ഷെ ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരാണെന്ന് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിരിക്കുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്തായാലും അവിടെ നിന്ന് ഷെയ്ഖ് ഹസീനയെ നാടുകടത്താനുള്ള ശ്രമവുമായി മുന്നോട്ട് പോയത്. പിന്നീട് അത് വിജയിച്ചതിന് ശേഷമായാണ് ഇപ്പോൾ അവരുടെ തനിക്കുണം അവർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രക്ഷോഭം അവിടെ അവസാനിച്ചതിന് പിന്നാലെയാണ് ഹിന്ദുക്കൾക്കെതിരായ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള വലിയ ആക്രമണം ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഇത് പ്രക്ഷോഭം അവസാനിച്ചതിന് ശേഷം മുഹമ്മദ് യൂനിസ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ദുർഗാ പൂജയുമായി ബന്ധപ്പെട്ട് വലിയ ഘോഷയാത്രകൾ ഉണ്ടാകുമ്പോൾ അതിനെ കല്ലെറിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതെല്ലാം പക്ഷെ സ്ഥിരമായി അവിടെ നടക്കുന്നതായിരുന്നു. പണ്ട് ഈ ബംഗ്ലാദേശ് രൂപീകൃതമായ സമയത്ത് 24% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് വെറും 10-ൽ താഴെയായി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും അദ്ദേഹം ഒരു സന്തോഷമുള്ള സ്ഥലത്ത് നിന്നും ആരും നാടുവിടില്ലല്ലോ. അത്രത്തോളം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ബംഗാളിലേക്കും ത്രിപുരയിലെല്ലാം അഭയാർത്ഥികളായി വന്ന് പിന്നീട് ഇന്ത്യൻ പൗരന്മാരായി മാറിയെന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പിന്നീട് നാം കണ്ടത് ഈ സംഘർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇസ്കോണിലെ ഒരു സന്യാസി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമുതലാണ് ഈ പ്രശ്നം വളരെ രൂക്ഷമായത്. അതിനുശേഷം ഇന്ത്യ വലിയ നയതന്ത്ര തലത്തിൽ ഇടപെടുകയും ഇസ്കോണിന്റെ ഭാഗത്ത് നിന്നും ആഗോള തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായെങ്കിലും അദ്ദേഹത്തെ ഈ നിസാര കേസിന്റെ പേരിലാണ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കേസായിട്ടാണ് തോന്നുന്നത്. ഒരു നിസാര കേസിന്റെ ഭാഗമായി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണാൻ പോകുന്ന സന്യാസിമാരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്കോണിന്റെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു. ഇന്നലെ 2 ക്ഷേത്രങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്. അതിന്റെ ഞെട്ടലിലാണ് ഇസ്കോണിലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇന്നലെ ധാക്കയിലാണ് ഇത്തരം ഒരു 2 ക്ഷേത്രങ്ങൾ ആക്രമിച്ചത്. ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും അതോടൊപ്പം തന്നെ ശ്രീ ഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രവുമാണ്. ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇന്നലെ പുലർച്ചെയോടെ തന്നെ അഗ്നിക്കിരയാക്കിയിരിക്കുന്നത്. മുൻപും പല ക്ഷേത്രങ്ങളും ആക്രമിക്കുന്ന പതിവാണ്. പക്ഷെ ഇപ്പോൾ ഇസ്കോണിലെ ലക്ഷ്യമിട്ടാണ് ഈ അക്രമി സംഘം മുന്നോട്ട് പോകുന്നത്. അവർ നിരന്തരം കാരണം ഇസ്കോൺ അറിയാലോ, ഈ സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ പ്രക്ഷോഭം വഴിതിരിഞ്ഞു പോയപ്പോൾ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് ഹിന്ദുക്കളെ തെരുവിലിറക്കാൻ എന്തായാലും ഇസ്കോണിൽ കഴിഞ്ഞിരുന്നു. കാരണം ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇസ്കോണിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ പ്രതിഷേധങ്ങളായിരുന്നു. ആഗോളതലത്തിൽ അവിടെ ന്യൂനപക്ഷങ്ങൾ അക്രമത്തിന് ഇരയാകുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇസ്കോണിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇസ്കോണിനെ തകർക്കുവാനുള്ള ശ്രമമായാണ് ഇപ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഭരണകൂടം. ഇപ്പോൾ കാവൽ വലിയ നോബൽ പ്രൈസ് ജേതാവെന്നെല്ലാം അവകാശപ്പെട്ടായിരുന്നു അദ്ദേഹം അവിടെ
ഭരണം നടത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കൃത്യമായി തന്നെ നാം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെല്ലാം കാണുന്നത് പോലെ കൃത്യമായ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത്, ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതും ഈ പശുക്കളെ ഉൾപ്പെടെ കൊല്ലുന്നതെല്ലാം ഒരു സാഹചര്യം അവിടെ സംജാതമായിരിക്കുന്നത്. ഇപ്പോൾ ഈ ആഗോളതലത്തിൽ തന്നെ ഇത് വലിയ പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ബ്രിട്ടൻ പാർലമെന്റിലും അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ കടമയാണല്ലോ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത്. പക്ഷെ അതിന് വിപരീതമായാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ ആക്രമണങ്ങൾ തുടരുകയാണ്. പക്ഷെ അവിടെ പോലീസ് സ്റ്റേഷൻ സമീപത്തെ ഒരു ക്ഷേത്രത്തിനാണ് ഇത്തരം ആക്രമണം നടന്നത് എന്നതും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ അപ്പോൾ ഈ സർക്കാരിൻ്റെ എല്ലാ കാലത്തും സർക്കാർ പറയുന്നതാണല്ലോ പോലീസ് അനുസരിക്കുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ അങ്ങനെ ഒരു കണ്ണടച്ചു കൊടുക്കുകയാണ്. ചിലപ്പോൾ സർക്കാരിൻ്റെ അനുവാദത്തോടെ ആയിരിക്കും, മൗനാനുവാദത്തോടെ ആയിരിക്കും ഇത്തരം പ്രവർത്തനങ്ങളുമായി അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ഭീകര സംഘടനകളും രംഗത്ത് പോകുന്നത്. എന്തായാലും നിരന്തരം അവിടുത്തെ ഹിന്ദുക്കൾ അക്രമത്തിന് ഇരയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ ആസാമിന് സമീപം, ആസാമും ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വർഷങ്ങളായ ഒരു ക്ഷേത്രം തകർന്നു കിടന്ന ക്ഷേത്രമാണ്. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ സർക്കാർ 3 കോടി അനുവദിച്ചിട്ടുണ്ട് ആ ക്ഷേത്രം പുതുക്കി പണിയാനായി. പക്ഷേ ആ സമയം ഇതിൻ്റെ പ്രവർത്തനവുമായി ഇന്നലെ 2 ദിവസം മുൻപ് ആ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും സൈനികർ ഇന്ത്യയിലേക്ക് കടന്ന് അതിർത്തി ലംഘിച്ചു എന്ന് പറയുകയാണ് ഈ ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ പാടില്ല എന്ന്. കാരണം ഇത് അവരുടെ മതത്തിനെതിരാണെന്ന രീതിയിലാണ് അവർ പറയുന്നത്. കാരണം അവരുടെ അതിർത്തിയിൽ നിന്നാൽ ഈ ക്ഷേത്രത്തെ കാണാം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകരുത് എന്ന രീതിയിലാണ്. പക്ഷെ അത് ഇപ്പോൾ നാം ശബരിമല ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. ഈ ശബരിമല ഭക്തർ സഞ്ചരിച്ച വാഹനത്തിൽ ഈ അമിത മന്ത്രങ്ങൾ, ശരണമന്ത്രം കേട്ടതിനാൽ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ഉച്ചത്തിൽ പാട്ടിട്ട് യാത്ര ചെയ്യുന്നു എന്ന് ചോദിച്ച് ആ വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ബംഗ്ലാദേശിൽ ആസാമിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു. അതാണ് ഇന്ത്യ അവർ പരമാവധി പ്രകോപിപ്പിക്കുകയാണ്. നാമെല്ലാം ഇസ്രയേലിലെല്ലാം കണ്ടിട്ടുള്ള രീതിയിൽ, ഇവിടെ പാലസ്തീനിലെല്ലാം. കാരണം അന്ന് ഒക്ടോബർ 7 അങ്ങോട്ട് പോയാണ് ആയിരക്കണക്കിന് പേരെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായി തന്നെയാണ് ഇന്ത്യയിലേക്ക് കടന്നു കയറി ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സമീപം, അതിർത്തിക്ക് സമീപം ഡ്രോൺ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ വഷളാകുകയാണ്. ഇത് പരമാവധി ഇന്ത്യ സമാധാനപരമായി ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ നിന്ന് അങ്ങനെയല്ല ഉണ്ടാകുന്നത്. ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഈ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ചിലപ്പോൾ ഇത് ബംഗ്ലാദേശിലെ നേതാക്കൾ പോലും, പ്രതിപക്ഷ നേതാക്കളെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ നേർവഴിക്ക് കൊണ്ടുപോയില്ലെങ്കിൽ വലിയ ഇന്ത്യയുടെ ആക്രമണം താങ്ങാനുള്ള കഴുത്ത് എന്തായാലും ബംഗ്ലാദേശിനില്ല. അത് പകൽ പോലെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.